ഈ കാണുന്ന ഭ്രാന്തിനെ ചികിത്സിക്കുന്നവരാണ് സൈക്കോളജിസ്റ്റ് എന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ അത് മാത്രമല്ല, ഒരുപാട് ഫീൽഡുകൾ സൈക്കോളജിയിലുണ്ട്. ഇത് റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സിനിമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. തനിയാവർത്തനത്തിലെ മമ്മൂട്ടി, ഓസ്ലറിലെ ജയറാം, വടക്കുനോക്കിയന്ത്രത്തിലെ ശ്രീനിവാസൻ, വടക്കുനാഥയിലെ മോഹൻലാൽ, ഇവരെല്ലാം കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സൈക്കാട്രിക് കണ്ടീഷൻസിനെ ഡീൽ ചെയ്യുന്ന സൈക്കാട്രിസ്റ്റുകളെ അസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇനി കുമ്പളങ്ങി നൈറ്റ്സില് സൗബിൻ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയാം. അഞ്ചാം പാതിരയിലെ കുഞ്ചാക്കോ ബോബൻ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആണ്. ഗോദയിലും അതുപോലെ തന്നെ സ്പീഡ് ട്രാക്കിലൊക്കെ വേണ്ടത് ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റിനെയാണ്. കീർത്തി ചക്രയിലും കുരുക്ഷേത്രത്തിലൊക്കെ വേണ്ടത് ഒരു മിലിറ്ററി സൈക്കോളജിസ്റ്റിന്. ഇമ്മാനുവൽ എന്ന സിനിമയിൽ ഇമ്മാനുവൽ എന്ന കഥാപാത്രത്തിന് വേണ്ടത് ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റിനെയാണ്. അതുപോലെ തന്നെ തന്മാത്രയിലെ മോഹൻലാൽ, കിഷ്കിന്ധകാന്തത്തിലെ വിജയ് രാഘവൻ, ഇവർക്കൊക്കെ വേണ്ടത് ഒരു ന്യൂറോ സൈക്കോളജിസ്റ്റിനെയും റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റിനെയൊക്കെയാണ്. ഇത് മാത്രമല്ല, ഫോറൻസിക് സൈക്കോളജിസ്റ്റ്, ബിഹേവിയർ തെറാപ്പിസ്റ്റ്, ഫാമിലി തെറാപ്പിസ്റ്റ്, കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ, കൾച്ചറൽ സൈക്കോളജിസ്റ്റ്, അങ്ങനെ ഒരുപാട് ഫീൽഡുകൾ സൈക്കോളജിയിലുണ്ട്. സംഭവം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ മനുഷ്യൻ എവിടെയുണ്ടോ there is a possibility of psychology.